ഗോപിക കിഷോറിനെ പ്രപ്പോസ് ചെയ്യും. എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. വലിയ പണമൊന്നും കാണത്തില്ല, സന്തോഷം കാണും. ഹൈടെക് ജീവിതമായിരിക്കില്ല, വയലും പുഴ എല്ലാം കാണും. ഇഷ്ടമാണെങ്കിൽ ജീവിതം മുന്നോട്ട് പോവാം. പിന്നെ റിപ്ലൈ കൊടുക്കും. പണവും സൗന്ദര്യവും ഒന്നും കണ്ടിട്ടല്ല, പിന്നെ അങ്ങനെയല്ല ഹൈലൈറ്റ്. നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ഒളിച്ചോടി? എന്റെ പാരന്റ്സ് ആരും ഉണ്ടായിരുന്നില്ല, പച്ചയുടെ പാരന്റ്സ് ഉണ്ടായിരുന്നു. കാരണം എനിക്കൊക്കെ ഒരു പെണ്ണ് കിട്ടുക എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം വേണം. അമ്മയുടെ അടുത്ത് പറയണം എനിക്കിത് വേണം. അപ്പൊ പറഞ്ഞു ഇപ്പൊ നട്ടുച്ചി ശൂലം കുത്തിയിട്ട് വാ, എന്നാലും എന്നെ രണ്ടോട് ചുറ്റ് എന്നാലേ നടത്തി തരുന്നു പറയൂ. വിശ്വാസം നമ്മളും ദൈവവും തമ്മിൽ മതി, ആൾക്കാരെ ബോധിപ്പിക്കണം. ദൈവം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആരും കാണണ്ട, പ്രത്യക്ഷപ്പെട്ട് അവനെ രക്ഷിക്കെന്താ കൊച്ചിനെ. അപ്പൊ ദൈവം ഉണ്ടാ? പിള്ള മനസ്സ് ഒരു കള്ളമില്ലാതൊരു കൊച്ചിനെ കൊന്നില്ലേ റേപ്പ് ചെയ്ത്? അപ്പൊ ദൈവം ഉണ്ടാ? 5 കൊറേ പേര് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, കൊറേ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പോയി. നമ്മളെടുക്കുന്ന ഫോട്ടോയിൽ നമ്മൾ മാത്രം കാണില്ല, ക്രോപ്പ് ചെയ്ത് സ്റ്റോറിയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇൻസൾട്ട് നടന്നില്ല. ഞാൻ ജാനി ആയ സമയത്ത് തന്നെ എനിക്ക് അവിടെ കൊണ്ട് തീരെ ചെറുതായിരുന്നപ്പോൾ എല്ലായിടം പോകാനൊന്നും പറ്റൂല. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ നിന്ന് ഞാൻ ഒഴിവാക്കി. എന്നെ വേണ്ട, എന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട, എൻ്റെ അടുത്തൊന്നും പറയണ്ട. ജാനിയുടെ മുഖത്തേക്ക് ജാനി ഇല്ലെങ്കിൽ മക്കളെ നിങ്ങൾ കവിളെങ്കിലും പിടിക്കാമല്ലോ, കൈ പിടിക്കാമല്ലോ. അങ്ങനെയല്ല നമ്മൾ അവരാരും കണ്ടു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു ലവ് മാരേജ് ഒക്കെ ചെയ്ത സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. അന്ന് പ്രപ്പോസ് ചെയ്തതുപോലെ ഇപ്പം 8 വർഷം പ്രണയിച്ചു, 4 വർഷം കല്യാണം കഴിച്ചു, 12 years. അടുത്ത മാസം 1-ാം തീയതി 5 വർഷമാവും, June 1. ഓക്കെ, അപ്പം എന്തായാലും ടാസ്ക് ഇതാണ്, ഒന്ന് പ്രപ്പോസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗോപിക കിഷോറിനെ പ്രപ്പോസ് ചെയ്യും. എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞൂടാ. എന്താ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. കുറച്ചും കൂടെ നല്ലതാണോ? എനിക്ക് അറിഞ്ഞൂടാ. എന്നാ തിരിച്ചു ചെയ്ത് കാണിച്ച ഓക്കെ പിടിച്ചോ. വലിയ പണമൊന്നും കാണത്തില്ല, സന്തോഷം കാണും. ഹൈടെക് ജീവിതമായിരിക്കില്ല, വയലും പുഴ എല്ലാം കാണും. ഇഷ്ടമാണെങ്കിൽ ജീവിതം നമുക്ക് മുന്നോട്ട് പോവാം. ഐ ലവ് യു. പിന്നെ റിപ്ലൈ കൊടുക്ക്. വടമട്ടും പോതും റിപ്ലൈ എനിക്കുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. പണവും സൗന്ദര്യവും ഒന്നും കണ്ടിട്ടല്ല, പിന്നെ അങ്ങനെയല്ല ഹാപ്പി ആയിരിക്കുന്നു തോന്നി ലൈഫിൽ, അത് മാത്രം മതി. പൈസ ഉണ്ടല്ലോ, പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സന്തോഷം മതി. സന്തോഷം സന്തോഷം വന്നാ പൈസ വരൂലേ? നമ്മളെ വീട്ടിൽ ഒരു അമ്പലമുണ്ട്, ഡെയിലി അന്നദാനമുണ്ട്, 365 ദിവസം ഉണ്ട്. ഇല്ലേ? അവിടെ നമ്മൾ ആറ്റി കുടിക്കും, അവിടെ കയറി കഞ്ഞി കുടിക്കും. ആണ്. താങ്ക് യു. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങളുടെ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് അമ്പലം റിലേറ്റഡ് ഒരു വീഡിയോ കാണും. പ്രത്യേകതരം ജീവിയെ കാണിച്ചു. അമ്പലത്തിൽ തന്നെ അമ്പലത്തിൽ കയറില്ല, വെളിയിലേ ഇരിക്കുള്ളൂ. ഞങ്ങളെ കൊണ്ടാക്കി വെളിയിലിരിക്കും. ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ എനിക്ക് പോകാൻ പറയും. അപ്പോൾ ഇപ്പൊ ഞാൻ കാണായിരുന്നു, നമുക്ക് സാധിച്ചിട്ട് മാത്രം താഴുള്ളൂ. വേറെ ഒരൊറ്റ ആളെടുത്ത് ഇങ്ങനെ പറഞ്ഞ് പോകാൻ പറയും.
അത് സത്യമാണ് കേട്ടാ. എന്ന് വെച്ചാ ഇത് ഒറിജിനൽ ആണോ? ആണ്. എന്ന് വെച്ചാ അമ്പലത്തിൽ വരൂല, വരയില്ലെന്ന് വെച്ചാ വരേയില്ല. നിങ്ങൾ വിളി പറഞ്ഞില്ലേ? എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടുപോകും, അതിന്റെ വെളിയിലിരിക്കും. അമ്പലത്തിൽ ഇങ്ങനെ കയറൂല, കയറിയാലും തുഴയൊന്നുമില്ല, ഇങ്ങനെ നിൽക്കും. പൈസയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതൊന്നും അറിയാതെ പോയി തൊഴുന്നത്. ദൈവം ഇങ്ങോട്ടാണ് പൈസ തരാനുള്ളത്. ഇവരെല്ലാം വീട്ടിൽ പേഴ്സിൽ നിന്ന് 2000-3000 എല്ലാം ഇരിക്കും പേഴ്സിൽ. തപ്പി ഒരു എടുത്ത് ദൈവത്തിന് ഇങ്ങോട്ടല്ലേ ദൈവം തരാനുള്ളത്, അങ്ങോട്ട് കൊടുക്കണതിന്. ചന്ദന ഇടാൻ സമ്മതിക്കൂല, കുറെ ഇടയില്ല. ഇടില്ല. ഇല്ല. ഉണ്ടായിരുന്നു. പിന്നെ മാറി എന്ന് വെച്ചാ വീട്ടിലെ അമ്മയ്ക്ക് ഇത്തിരി ദൈവവിശ്വാസം കൂടുതലാണ്. അമ്മ ഇടയ്ക്ക് പറയും, രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോടാ, എന്തിനു കയറി ഇരിക്കുന്നെന്ന് പറയും. എന്ന് വെച്ചാൽ ബർത്ത്ഡേ ആയാലും പിറന്നാളായാലും അമ്പലത്തിൽ പോകണം, ഞായറാഴ്ച ആയാലും അമ്പലത്തിൽ പോകണം. പറഞ്ഞ് മടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്പലത്തിൽ പോകുമായിരുന്നു, ഒരുമിച്ച് പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ് വിറപ്പിക്കുമെന്ന് പറയില്ലേ, അതേപോലെ പിന്നെ പോവാറേ ഇല്ല. അതിനോടൊന്നും വലിയ താല്പര്യമില്ല. മസ്താനിക്ക് ഒരു കാര്യം വേണം. അമ്മയുടെ അടുത്ത് പറയണം എനിക്കിത് വേണം. അപ്പൊ പറഞ്ഞു ഇപ്പൊ നട്ടുച്ചി ശൂലം കുത്തിയിട്ട് വാ, എന്നാലും എന്നെ 2 റൗണ്ട് ചുറ്റ് എന്നാലേ നടത്തി തരുമെന്ന് പറയൂ. പിന്നെ അപ്പൊ അതൊന്നും ദൈവം നമ്മൾ അച്ഛനും വഴി ഇതല്ലേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം തരാതെ. വിശ്വാസം നമ്മളും ദൈവവും തമ്മിൽ മതി, ആൾക്കാരെ ബോധിപ്പിക്കണം. എനിക്കും ഉണ്ട്. എന്നുവെച്ചാൽ എന്താ വിശ്വാസമില്ലേ, അതിനോടൊന്നും താല്പര്യമില്ല. ഈ പൈസ കൊടുത്ത് ചിലടത്ത് അമ്പലത്തിൽ പോകുമ്പോൾ നേർച്ചയൊക്കെ ആയാലും 5000 രൂപ കൊടുത്താൽ ഞാൻ വേറെ വഴി കൂടെ കയറി തൊഴാം എന്നുള്ള ഒരു ബാക്കിയുള്ള പൈസ ഒരു പൂജ അത് കുറച്ച് പുണ്യം കിട്ടും. 300 ഗ്രാം 100 രൂപയ്ക്ക് ചെയ്താൽ കുറച്ചുകൂടെ പുണ്യം കിട്ടും. ഒരു ദിവസം ഫുൾ പൂജ 15 രൂപയ്ക്ക് ചെയ്താൽ നിറയെ പുണ്യം കിട്ടും. ബിസിനസ് അല്ലേ അപ്പൊ? ബിസിനസ്സാണ്. എവിടെ ദൈവവിശ്വാസം? അത് പറഞ്ഞത് കറക്റ്റാ. ദൈവത്തിന് ക്യാഷിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഗൂഗിൾ പേ വെച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടാണെന്നുള്ളല്ലേ എന്ത് ഇഷ്ടമാണ് ഹൈടെക്. ദൈവം വരെ ഹൈടെക്. ഇതയക്കുമ്പോ ദൈവം വിളിച്ചു പറയും 10 രൂപ വന്നിട്ടുണ്ട്. വരുന്നേ മമ്മൂട്ടിയുടെ സൗണ്ട് ദൈവം ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്, പോവാ. എനിക്കുള്ള എന്നെ തോന്നുന്നു. അവ ശരിക്കും ദൈവത്തിൽ വിശ്വാസമില്ലേ? ഉണ്ട്. പക്ഷെ ഇങ്ങനെ അമ്പലത്തിൽ പോവാനും പൂജ ചെയ്യാനും ക്യാഷ് മുടക്കിയിട്ടുള്ള വിശ്വാസത്തിനോട് താല്പര്യം. ഹിന്ദി പെൺകുട്ടി മേടിച്ചില്ലേ ചാന്ദിനി റേപ്പ് ചെയ്ത് ചെളിയിൽ ചവിട്ടി താഴ്ചയാണ് റേപ്പ് ചെയ്ത് വെച്ചിരുന്നത്. ദൈവം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആരും കാണണ്ട, പ്രത്യക്ഷപ്പെട്ട് അവനെ രക്ഷിക്കാൻ എന്താ കൊച്ചിനെ. അപ്പൊ ദൈവം ഉണ്ടാ? പിള്ള മനസ്സ് ഒരു കള്ളമില്ലാതെ ഒരു കൊച്ചിനെ കൊന്നില്ലേ റേപ്പ് ചെയ്ത്, അപ്പൊ ദൈവം ഉണ്ടാ? ഞാൻ വിശ്വാസിയാണ്. രക്ഷിക്കാത്ത നിന്റെ ദൈവം എത്ര കൊച്ചുള്ള പിടിക്കണം. ഇപ്പൊ 7 മാസം പൊട്ടി ഈ ഇടയ്ക്ക് പിടിപ്പിക്കും. പിള്ളേരെന്ത് ചെയ്ത്, അപ്പൊ ദൈവം ഉണ്ടാ? അല്ലെങ്കിൽ ദൈവം വരണ്ട, അദൃശ്യത്തിൽ വന്ന് പിടിച്ച് മാറ്റാത്തത് വന്നിട്ടില്ല. പിള്ളേരെന്ത് ചെയ്യണം? ആദ്യമായിട്ട് മലയ്ക്ക് കുട്ടി ജീപ്പ് ഇറങ്ങി താഴുന്നപ്പോ ജീപ്പ് പറഞ്ഞ ആ കൊച്ചു മാത്രം മരിച്ചു. പെൺകുട്ടി അയ്യപ്പനെ ആദ്യമായിട്ട് കാണാൻ പോയതാണ്. അപ്പൊ അയ്യപ്പ ഉണ്ടാ? ഞാനും പറയും കേട്ടോ, എന്റെ അച്ഛനൊക്കെ പറയും ജാനിയും കൊണ്ട് മലയ്ക്ക് പോകണം, കിഷോറിന്റെ അടുത്ത് പറ മലയ്ക്ക് പോണില്ല. പിന്നെ അവളെ കൊണ്ട് പോകും. ഞാൻ പറയണില്ല, അവള് ചേട്ടനെ പോണില്ല, പിന്നെ ആരെ കൊണ്ട്? അല്ല, മലയ്ക്ക് പോണത് ദൈവവിശ്വാസം അതില്ല, മുന്നേ പോകുമായിരുന്നു. പിന്നെ എനിക്ക് നോൺ വെജ് ഇല്ല, ഫുഡ് പോകില്ല. അതാണ് ഈ മലയ്ക്ക് സ്റ്റോപ്പ് ചെയ്തത്. ഓ, ഇപ്പൊ മോൾക്ക് അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ അവക്കുണ്ടെങ്കിൽ അവള് പോട്ട്. ഇവിടെ തടയില്ലല്ലോ. എന്റെ അടുത്ത് പോണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നിർബന്ധിക്കാറ് ചന്ദനോട് അതിട് ഇത് ഇങ്ങോട്ട് തിരിച്ച് നിർബന്ധിക്കും. ഞാൻ പറയൂ, ഞാൻ പറയില്ലല്ലോ. ഞാൻ ഇപ്പോഴിപ്പോഴും പറയൂല. ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, ഞാൻ ചന്ദനോട്ട് കൊടുക്കൂല. വേണമെന്ന് ചോദിക്കും, ഇട്ട് തരട്ടെ ചോദിക്കും, വേണ്ടെന്ന് പറയും, ഞാൻ ഇടൂല, ഞാൻ നിർബന്ധിക്കൂല. മോളിട്ടെന്നാ സമ്മതിക്കും. അതാ അവള് വീട്ടിൽ വിളക്കെത്തിക്കും. വിളക്കെത്തിക്കുമ്പോ വിളക്കെത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചേട്ടൻ വരൂല്ലല്ലോ, തൊഴുതിട്ട് കൊണ്ട് ഇങ്ങനെ പോവും, ഇങ്ങനെ കൊണ്ടുപോകും. അച്ചിക്ക് ഇങ്ങനെ വെച്ച് അച്ചിന്നാ വിളിക്കുന്ന അവള്, ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഇരിക്കണമെങ്കിൽ കൊണ്ട് തലയിൽ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും, വിളക്കിങ്ങനെ വെച്ചു കൊടുക്കും. മിക്കവാറും അങ്ങനെ വിളക്കെത്തിക്കുമ്പോഴേക്കും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആ ഒരു വിശ്വാസം, ഇങ്ങനെ ഒരു തോട്ട് മനസ്സിലുള്ളത് കൊണ്ടാണോ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്? ഞാൻ കാണിച്ചു. അതന്നും കേറിയില്ല. അല്ല, നീ എവിടെ പോണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് എനിക്ക് കുറെ കമന്റ് വന്ന്, ഇന്റർവ്യൂവിന് തല വെച്ച് കൊടുക്കില്ല ഞാൻ എന്നിട്ട്. അല്ല ദൈവത്തിന്റെ രൂപമുള്ള ഹൈലൈറ്റ് വരച്ചൊക്കെ കാണും, എന്തെല്ലാം അത്യാവശ്യം അറിയാം.
പോയാ കഴിഞ്ഞു ഓരോ വാക്കും ആലോചിച്ച് ഇനിയിപ്പോ എന്താ ആലോചിക്കേ? പോയില്ലേ? നാളെ സംഘം വീട്ടിൽ കയറി. അയ്യോ, ഞാനും സംഘം തന്നെ. ആണോ? സംഘത്തിലായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല. എന്നിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടേ? അതെന്തോ അത് കളിക്കണില്ല, അത് ആ മൈൻഡ് എടുത്താ പോലെ. കമന്റ് പറഞ്ഞിട്ടില്ല. കമന്റ്സ് വന്നോ? ആ വരുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റയിൽ കുറവാ, ഫേസ്ബുക്ക് കയറിയില്ല. ഇല്ല. സൂപ്പർ അഭിഷേകം, ഫേസ്ബുക്ക് അഭിഷേകമാണ്. പാലഭിഷേകം. ആണോ? കമന്റ് എന്തൊക്കെ വന്ന കമന്റ്സ് ഒക്കെ? എന്നുവെച്ചാൽ കുറെ പേര് പറയുന്നുണ്ട് എന്നെ ഗുജറാത്തിലോട്ട് വിളിച്ചിട്ടുണ്ട്, വെട്ടുവന്നു അവിടെ വാ. ഒന്നിവിടെ വരെ നീ അങ്ങോട്ട് വാടാ, എന്നെ കണ്ണുമ്പോ വെട്ടുവന്നു. പിന്നെ അന്ധവിശ്വാസത്തില് കുറെ പേര് പറയുന്നുണ്ട് ഇങ്ങനെ വെക്കരുത്, വല്ലതും കയറി കൂടും, പിന്നെ പോവാൻ പാടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓ, ആ രൂപ ആരാ വരച്ചേ? ഞാൻ ഈ വീഡിയോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ എന്തോ കിളികൾ സൗണ്ട് നോക്കിയപ്പോണ്ട് രണ്ടുപേരും കൂടെ അവക്ക് ജാനിക്ക് ഇവിടെ ചന്ദനം, ഇവിടെ ചന്ദനം, ഇവിടെ ചന്ദനം, ഇവിടെ ചന്ദനം, എല്ലാവരും ചന്ദനം അവളും മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സംഭവം. അവള് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു. ഇപ്പൊ പോവാ, അമ്പലം ഉണ്ടാക്കി തരാം. അമ്പലത്തിൽ പോവാൻ എവിടെ പോയി, പിന്നെ അമ്പലം ഉണ്ടാക്കി കൊടുത്തു. ഇത്രയും സ്നേഹമുള്ള ഒരു അച്ഛനെ എവിടെ കിട്ടാനാ? നമ്മള് ഇപ്പൊ ആ കല്ലി വരച്ച്, അപ്പൊ ജാനിക്ക് അതാണ് ദൈവം. അത്രേ ഉള്ള ദൈവം, മനുഷ്യരുണ്ടാക്കുന്ന ദൈവം. ഇനിയിപ്പോ ജാനി പെട്ടെന്ന് ആ മൈൻഡിൽ അത് ദൈവം പറഞ്ഞാൽ അവളത് വിശ്വസിക്കും. ഞാൻ കൊച്ചങ്ങടുത്ത് കാണിച്ച ദൈവം എന്ന് പറഞ്ഞാൽ അവൾക്ക് അതാണ് ദൈവം. നമ്മള് പറഞ്ഞെടുക്കുന്നതല്ലേ അവക്ക് സത്യം. ഇനിയിപ്പോ ടെൻഷൻ ഉണ്ടോ? എന്തോ എയർലാവല്ലോ, ഇതിനും വലുത് വന്നു. റൂമിൽ നിന്നൊക്കെ പൊക്കി, പിന്നെയാണ് ഇത്. പക്ഷെ നിങ്ങൾ കല്യാണം കഴിച്ചല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അത് നാട്ടുകാർ ഇനി പൊക്കിയതുകൊണ്ടാണോ കല്യാണം കഴിച്ചേ? അങ്ങനെ അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല മേട്ടർ. നടന്നെങ്കിലും കുഴപ്പമില്ലേ, അതും ഇല്ല. ഞാനൊക്കെ മിനി മിലിറ്ററി കളിച്ച് ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ പണ്ട് ഇവിടെ റൂമിൽ നിന്ന് പൊക്കിയത്. ഞാൻ പറഞ്ഞു വേറെ റൂമിൽ ഞാൻ അറിയില്ല, റൂമിൽ നിന്ന് പൊക്കി. എനിക്ക് കൊള്ളാം. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്ദിയുണ്ട്. വരെ വരെ ഇല്ല, എന്റെ നമ്പർ സ്വിച്ച് പോയിരിക്കും. നീ വേറൊരു വീഡിയോ കാണിച്ചോ? കഴിയില്ലേ? ഇല്ല. ഇതില് ഇപ്പം എന്തായാലും നിങ്ങളുടെ വീട്ടിലിപ്പോൾ 3 പേരുള്ള സ്ഥിതിക്ക് ഈ ചോദ്യങ്ങൾ വരും. ജാനിക്ക് ആരെ ഇഷ്ടം, അല്ലെങ്കിൽ അച്ഛൻ ആരെ ഇഷ്ടം, അമ്മക്ക് ആരെ കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ചോദിക്കാറില്ലേ? ഇനി കിഷോർ പറ, ഗോപികനെയാണോ ഇഷ്ടം, ജാനിനെയാണോ ഇഷ്ടം? ഒരാളെ പറ. ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങോട്ടാണ് നോട്ടം. ഏറ്റവും കൂടുതൽ അങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ അവളെ കല്യാണം കഴിഞ്ഞ അവളെ പാട്ടിട്ട് പോകും, പിന്നെ ഇവളെ കാണുള്ളൂ എനിക്ക്. അവളിനി പെൺകുട്ടിയല്ലേ, എപ്പോഴൊക്കെ പോകുന്നൊന്നും പറയാൻ പറ്റൂല, പിന്നെ ഇവളല്ലേ കാണുള്ളൂ. ഇപ്പൊ ഞാൻ അവളെ പറഞ്ഞ ഇവളെ ഇവള് വേണം. തിരിച്ചു ചോദിച്ചാ ഇപ്പൊ എന്നെ തന്നെ പറയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ട് അങ്ങനെ എന്താ പറയാ, നമുക്ക് രണ്ടും ഒരേപോലെ. അതെനിക്കറിയാം, പക്ഷെ ഒരാൾ പറഞ്ഞു എനിക്ക് ആ ഒരു മെന്റാലിറ്റിയാണ്. അവൾക്ക് കല്യാണം കഴിയുമ്പോൾ അവളുടെ ഇമ്പോർട്ടൻസ് അവളുടെ ഭർത്താവ്, അവളുടെ കുട്ടികൾ അങ്ങോട്ട് പോകും. നമുക്ക് ആ ഒരു പ്രായമാകുമ്പോൾ നമുക്ക് നമ്മൾ രണ്ടുപേരും കാണുള്ളൂ. ആ ഒരു മെന്റാലിറ്റിയാണ്. കൊള്ളാം. ഇപ്പോൾ നിങ്ങളിപ്പം ഇത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള കപ്പിൾസ് ആയ സ്ഥിതിക്ക് കിഷോറിന്റെ ഇഷ്ടപ്പെട്ട ഒരു 5 ക്വാളിറ്റീസ് എന്തൊക്കെയാ? നല്ല 5 ക്വാളിറ്റീസ് ചേട്ടന് ഇഷ്ടപ്പെട്ടതാ എന്ന് വെച്ചാൽ ഞാൻ കുറേ ആൾക്കാരെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ബെസ്റ്റ് ഹസ്ബൻഡ് ആൻഡ് ഫാദർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഞാൻ മറ്റുള്ളവരെ കാണുന്നത് ആൾക്കാരായാലും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരായാലും മനസ്സിലാക്കി എടുത്തോളാം. അവർ കുറേ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര കെയറിങ് ആണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇരുന്ന് കേൾക്കാനും മനസ്സിലാക്കും. 2 എന്തൊക്കെയാണ് ഇതാരെ കുറിച്ച് പറയണേന്നൊക്കെ. ഇനി 3ാമത്തെ
ഒരു കാര്യം വേണ്ടെന്ന് വെച്ചാൽ സപ്പോർട്ടീവാണ്. നീ ഇത് ചെയ്യേ നന്നായിരിക്കും എന്ന് ഇങ്ങനെ സപ്പോർട്ടീവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡിപ്രസ് ആയിരിക്കുന്ന സമയത്ത് അത് പ്രശ്നമില്ല, നീ ചെയ്യും, ഞാൻ കൂടെ നിൽക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ട് നല്ലൊരാളാണ്. 4 നാലായ ഇനി 4ാമത്തെ. 4ാമത്തേതാ എന്തായിരുന്നു? പറ. എൻ്റെ ബോഡി, എൻ്റെ ഫിഗർ, എൻ്റെ ലുക്ക്. പിന്നെന്താ പറയാ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ബെസ്റ്റ് ഫ്രണ്ട് ആരും കൂട്ടില്ല, എല്ലാ കൂട്ടുകാരും കളഞ്ഞു, ഞാൻ മാത്രമേ ഉള്ളൂ. ആരാ കളഞ്ഞ്? ഇല്ല, ബാക്കി പറ. അതിലേക്ക് നമുക്ക് വരാം. ബെസ്റ്റ് ഫ്രണ്ട് 5. സ്നേഹം കണ്ടാ? എന്തടി അയ്യോ, കൂട്ടുകാർ കളഞ്ഞോണ്ടല്ലേ, എന്നെ അല്ലേ? ഇതെല്ലാം വരും കണ്ണുപൊത്ത്. എന്താ ഓവർവെൽമിംഗ് ആയിട്ട് അറിയുന്നത്? അവർക്ക് ഹസ്ബൻഡ് ഒന്ന് സമാധാനിപ്പിക്കണം. എനിക്ക് കാര്യത്തിൽ പറഞ്ഞു, ഞാൻ എങ്ങനെ ഞാൻ ഉണ്ടായി ഹസ്ബൻഡും കരയുന്നു, ഭാര്യ അറിഞ്ഞ് എനിക്കും കരച്ചിലായിരുന്നു. സ്റ്റോക്ക് ആണല്ലേ ഇവിടെ എല്ലാവരും കരയുന്നുണ്ട്. അറിയാം, എനിക്ക് കുഴപ്പമില്ല. സ്നേഹം കൊണ്ടാ ആയിരിക്കും, അതൊക്കെ ആയിരിക്കുന്നോ? അല്ലേ, സ്നേഹം കൊണ്ടല്ലേ ഇത്ര നല്ലൊരു ഹസ്ബൻഡിന് ഇത്ര നല്ലൊരു ലൈഫ് കിട്ടിയതിന്റെ ആ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് കരഞ്ഞതാ അല്ലേ? ആന്ന് പറ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അനുമാനിക്കുക. അല്ല എന്ന് വെച്ചാ ഇതിനാണല്ലോ തലേ കിട്ടി, അങ്ങനെയടി. ഇത് നേരത്താണോ? കുറെ പേര് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, കുറെ പേരുണ്ടായിരുന്നു. അങ്ങനെ പറവാക്കി എല്ലാം പോയി, എല്ലാരും പോയി. രണ്ട് കാര്യം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമ്മളെ ഡ്രസ്സിങ് ശൈലിയൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ നമ്മൾ മാത്രം കാണില്ല, ക്രോപ്പ് ചെയ്ത് സ്റ്റോറിയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇൻസൾട്ട് നടന്നിട്ടുണ്ട്. കുറെ ഇൻസൾട്ട് ഉണ്ട്. എന്നുവെച്ചാൽ ഞാൻ ജാനി ആയ സമയത്ത് തന്നെ എനിക്ക് അവളെയും കൊണ്ട് തീരെ ചെറുതായിരുന്നപ്പോൾ എല്ലായിടും പോകാനൊന്നും പറ്റൂല. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗാങ്ങിൽ നിന്ന് തന്നെ ഞാൻ ഒഴിവായി, പറ്റുന്നില്ല. അവരെ ചിലവരെ ജീവിക്കണത് അല്ല അതായത് അവരുടെ കൂടെ അടിച്ചു ലൈക്ക് അല്ല, കുട്ടിയാകുമ്പോഴേ അറിയോ, എപ്പോഴെപ്പോഴും വിളിക്കുമ്പോൾ പോകാൻ പറ്റത്തില്ല. അങ്ങനെ മനസ്സിലാക്കൂല നമ്മളെ ബുദ്ധിമുട്ട്. വീട്ടിലെ കാര്യമായാലും അവളെ കാര്യമായാലും എനിക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എനിക്ക് അവളെ കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷെ അത്രയും കൂട്ടെന്ന് പറഞ്ഞിട്ടും അവര് നമ്മളെ മനസ്സിലാക്കൂല. അപ്പോഴും ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ചേട്ടൻ പറഞ്ഞു അത് പ്രശ്നമല്ലേ, അവർക്ക് നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോഴേ അവർക്കത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ് സമാധാനിക്കും. ഞാനും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എപ്പോഴും എന്ന കാര്യത്തിൽ ഞാൻ പറയും കുഴപ്പമില്ല പോട്ടെന്ന് പറയും, അവരെ അവസ്ഥ വരുമ്പോൾ മനസ്സിലാവുന്നു. പക്ഷേ ഒരു കൈ കൂടിച്ചേർന്നു. പക്ഷേ ഇവളടുത്ത് ദേഷ്യം വെച്ചാൽ അതിൽ ആരും മോളടുത്ത് മിണ്ടിയില്ല. മോള് അപ്പം ആക്റ്റീവായി തുടങ്ങി, അവളെ എല്ലാവരും മുഖത്ത് പോയി തട്ടി വിളിക്കും. അവർ ഇവളോട് ദേഷ്യം വെച്ചാൽ അവരടുത്ത് മിണ്ടിയില്ല. അപ്പോൾ അത് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് വരെയാണ് സംസാരിക്കാൻ നിൽക്കലൊന്നും, അവരെന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടല്ലെന്ന് പറയും. ഞാൻ പുറത്ത് പോയി ഗിഫ്റ്റ് മേടിച്ചപ്പം ഇവളടുത്ത് അവർ റൈസ് ചെയ്തുകൊണ്ടിരിക്കണം, ജാനിയുടെ അടുത്ത് ആരും മിണ്ടില്ല. ജാനി എല്ലാവരും മുഖത്ത് പോയി ചേച്ചി വിളിച്ച് അങ്ങനെ ഞാൻ അപ്പം തന്നെ കല്യാണം കൂടിയില്ല, ഞാൻ അപ്പം തന്നെ അവളെ വിളിച്ചിറക്കി. ഇവള് വരില്ല, ഞാൻ വന്നില്ല നീ ബസ് കയറി ഞാൻ വീട്ടിൽ പോകുന്നു പറഞ്ഞാൽ അവൾ അപ്പം തന്നെ പറ്റും. അന്ന് ഞാൻ വന്ന് എല്ലാവരും നമ്പർ ഡിലീറ്റ് ചെയ്തു. ഞാൻ അവരടുത്ത് സംസാരിച്ചിട്ടുമില്ല. എന്നെ വേണ്ട, എന്നെ മൈൻഡ് ചെയ്യേണ്ട, എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട, എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട. ജാനിയുടെ മുഖത്തേക്ക് ജാനി ഇല്ലെങ്കിൽ മക്കളെ നിങ്ങൾ കവിളെങ്കിലും പിടിക്കാമല്ലോ, കൈ പിടിക്കാമല്ലോ. അങ്ങനെയല്ല നമ്മൾ അവരാരും കണ്ടത്. എൻ്റെ അടുത്ത് നമ്മളടുത്ത് കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനെക്കാളും നമ്മൾ മക്കളുടെ അടുത്ത് കാണിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമേറാണ്. അവരൊക്കെ സ്റ്റോറി ഇട്ട ഒരു കുഴപ്പമില്ല. നമ്മൾ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കോൾ വരും, അത് ഡിലീറ്റ് ചെയ്യണം, അത് വേണ്ട. അത് മാത്രമല്ല നമ്മള് യൂട്യൂബ് തുടങ്ങിയ ശേഷം ആയാലും നമ്മൾ ആദ്യം സപ്പോർട്ട് ആയിരുന്നു, പിന്നെ നമ്മൾ ക്ലിക്കായി തുടങ്ങി, പിന്നെ നമ്മൾ റീച്ച് ആയി തുടങ്ങി. നമ്മൾ വീഡിയോ എടുത്താൽ അത് മാറ്റി പോയി, ക്യാമറ മാറ്റി തുടങ്ങി. ബാക്കി അവർ വീഡിയോ എടുക്കുമ്പോൾ ആ ഫ്രണ്ട്സിന്റെ ഞങ്ങൾ വേറെ യൂട്യൂബേഴ്സിന്റെ എല്ലാവരും വീഡിയോ വരുന്നുണ്ട്. ഒന്ന് മാറ്റിയിടേ നമുക്ക് ആ എടുക്കുന്ന ഒരു മൂഡ്, നമ്മൾ ആ ഒരു സന്തോഷം തന്നെ അവിടെ. ഒരിക്കൽ ഒരു വ്ളോഗ് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫുൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു കുട്ടി വിളിച്ചോണ്ട് എൻ്റെ മുഖം അതിൽ വരാൻ പാടില്ല. ആ വ്ളോഗിൽ എങ്ങനെ മാറ്റേ? പിന്നെ അവർ എഡിറ്റർക്ക് പൈസ കൊടുത്ത് എഡിറ്റ് ചെയ്തു, എന്നിട്ട് അവളെ ഫേസ് വരുന്നുണ്ട്. പിന്നെ അതോടെ അവർ ഫംഗ്ഷൻ എല്ലാം വന്നാലും ഒറ്റ വീഡിയോയിലും അവരെ ഞാൻ ഉൾപ്പെടുത്താറില്ല.
ഇനി ഇപ്പൊ പറയുന്ന ഒരേ ഒരു കാര്യം Reach ആയപ്പോ നമുക്ക് ആൾക്കാരൊക്കെ നമ്മള് അറിയുന്നു. കളഞ്ഞു. നിങ്ങൾ കളഞ്ഞു. റേറ്റ് ഇല്ലാത്ത സമയത്താണ് എല്ലാവരും കളഞ്ഞിട്ട് പോയത്. ഇപ്പൊ വേറെ കുറെ കൂട്ട് കിട്ടിയപ്പോ നമ്മളെ ആരും വേണ്ട. ആ ഒരു മെന്റാലിറ്റി ആണ് ഇപ്പൊ അവർക്ക് എല്ലാവർക്കും. ആയിരിക്കട്ടെ. പക്ഷെ അവരാരും നമ്മളെ ഒരു ഞാൻ വന്നില്ലെങ്കിൽ കൂടി എടി എന്താ വരാത്ത, എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നാരും ഒരു വാക്കുപോലും വിളിക്കുകയില്ല, സംസാരിക്കുകയില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിളിച്ചെനിക്ക് സംസാരിക്കാൻ ഇപ്പൊ അങ്ങനെ ആരുമില്ല. ഞാൻ ഇടയ്ക്ക് ചേട്ടൻ്റെ അടുത്ത് പറയും, ചേട്ടാ എനിക്കിങ്ങനെ എന്തെങ്കിലും വിഷമം വന്നാൽ അല്ലെങ്കിൽ നിന്റെ അടുത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം വന്നാൽ വിളിച്ച് സംസാരിക്കാൻ എനിക്ക് ആരും ഇല്ലല്ലേ ഇങ്ങനെ ചോദിക്കും. ഒറ്റപ്പെട്ട അങ്ങനെയാണ്. അത് ഇവിടെ ദൈവം കേട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അവതാരം വന്ന് ആരാത്? ഭദ്രാളി പോലെ മുടിയൊക്കെ അപ്പഴും പറയും ഇനി ഇത് ഇത്ര നാളോ ഓരോ ഫ്രണ്ട്സ് വരുമ്പോഴും വിചാരിക്കും ഇതിന് ഇത്ര നാളാന്തോ. പേടിയാണ് സത്യം പറഞ്ഞ. അല്ല ജാനി പക്ഷേ ഇവരുടെ രണ്ട് ഭയങ്കര കമ്പനിയാണ്. ജാനി അവള് കംഫർട്ടാണ് ഇവർ രണ്ട് ഋഷി എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. ഈ മൂന്നും എടുത്ത് നമുക്ക് വിശ്വസിച്ചാപ്പിച്ചിട്ട് പോവാം. നമുക്ക് ഇടയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മൾ പിറ്റന്ന പ്രോഗ്രാം അപ്പോഴാണ് അറിയണത് നമ്മൾ കണ്ണൂരിക്കണം ജാനി അകത്ത് ഇരുത്തൂല്ല. അപ്പൊ ഞാൻ സ്പോട്ടിൽ അവനെ വിളിച്ച് പറഞ്ഞു, അവനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ തന്നെ രാത്രി ട്രെയിൻ കയറി വന്ന് ആ ഫുള്ള് അവ അങ്ങനത്തെ മെയിൻ്റെ അവൻ വെളിയിൽ നിന്ന് തീരും വരെ വെളിയിൽ നിന്ന്. ഞാൻ സത്യം പറഞ്ഞ് വേറെ ഒരു ആണ്ട് അടുത്ത് ആക്കിയിട്ട് പോലും എനിക്ക് പേടിയാണ്. എനിക്ക് പെമ്പിളല്ലോ 7 മാസമുള്ള കൊച്ചിനെ പോലും റാപ്പിയാണ് കാലം. പക്ഷേ ഇത് ഈ രണ്ടെനിക്ക് വിശ്വസിക്കാം. അവനാണ് വെളിയിൽ നിന്ന് നമ്മളെ നോക്കിയത്, നമ്മൾ ഇറങ്ങാൻ വരെ നിന്ന്. അതങ്ങനെ ചില ഫ്രണ്ട്സ് പോകുമ്പോ നമുക്ക് നല്ല സത്യം. അത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏജ് ആയിരിക്കില്ല. അതൊക്കെ എന്റെ അനിയന്റെ പ്രായമാണ്. അനിയന്മാരെ നല്ല ഏജ് വ്യത്യാസം 20-22 ആവേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പിന് അങ്ങനെ ഏജ് ഒന്നുമില്ല. അവൻ കഴിവിക്കാണ് ഞാനന്ന്. അത് 37 നമുക്ക് കമന്റ് പറഞ്ഞ അങ്ങനെയല്ലേ. വീട്ടിലിങ്ങനെ കരയോ എപ്പോഴും? ഞാൻ ഈ കാര്യം ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം വന്ന സമയത്ത് ഒരിടയ്ക്ക് ഫുൾ ഇതായിരുന്നു എനിക്ക്. ഉറക്കത്തിലും എനിക്ക് എന്റെ മനസ്സിലിതാണ് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തോണ്ടായിരിക്കും കേട്ടാ നമ്മളിങ്ങനെ ഒഴിവാക്കുന്നത്. എപ്പോഴും ഇതാണ്, എപ്പോഴും മനസ്സിലിതാണ്. അവളെ കാര്യം നോക്കുമ്പോഴും എന്റെ മനസ്സിലിതാണ് നമ്മളെന്തോ ഒഴിവാക്കുന്നത്. പിന്നെ ആയപ്പോ എനിക്കത് ശീലമായി. വിട്ടു. സങ്കടപ്പെട്ടതിന് കരുതേണ്ട കാര്യമില്ല. നമ്മൾ ഒഴിവാക്കിയവരെ നമ്മൾ തന്നെ മൈൻഡേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് എങ്ങനെ അങ്ങോട്ട്, അത്രേ ഉള്ളൂ. എന്റെ മെന്റാലിറ്റി അതെ, ഇങ്ങോട്ട് എങ്ങനെ അങ്ങോട്ട്. ആ ഒരു മെന്റാലിറ്റിയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ ആരെയും തല വെച്ചിട്ടില്ല. അല്ല അത് എന്റെ എന്താ ഒരു ലിമിറ്റഡ് എല്ലാരും നിർത്തിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഗോപിക്ക് ഇത്രയും കരഞ്ഞ് വിഷമായ സ്ഥിതിക്ക് മൈൻഡ് മാറ്റാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വേറൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ഇതിന് കമന്റ് ഉണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, അപ്പോഴത്തേക്ക് മില്യൻ കയറി. ഈ വീഡിയോയിലെ ഒരു പ്രത്യേകത ഇത് ലവ് മാരേജ് എഫക്റ്റ് ആണോ? ആയിരിക്കാം, അങ്ങനെ ആയിരിക്കണം. ഒരു കാര്യം എന്ന് വെച്ചാൽ അതൊരു ഭൂരിഭാഗം ഗേൾസ് വുമൻസ് കമന്റ് ഇടുന്നത് ഈ പെണ്ണിന് കൊച്ചു നിക്കറിട്ട് നടക്കുന്നതാണോ ഇല്ലേ, വേറെ ഡ്രസ് ഇല്ലേ, ഡ്രസ് വാങ്ങിച്ചു കൊടുത്ത ഈ കൊച്ചു നിക്കറിട്ട് നടക്കാൻ നാണോ ഇല്ലേ എന്നാണ് കമന്റ് വരുന്നത്. വേറെ ഒരു വീഡിയോയിൽ ഞാൻ ഷോർട്സ് ഇടുന്നപ്പോ അതുപോലെയാണ് കമന്റ്. ഈ പെണ്ണുങ്ങൾക്ക് മാത്രം എന്താണ് കുഴപ്പം? എന്താ കുഴപ്പം? ആണുങ്ങൾ കണ്ട് ആണുങ്ങൾ കണ്ട് അതാണ് ആണുങ്ങൾ കണ്ട് പെണ്ണുങ്ങള് കമന്റ് എടുപ്പേ. അവര് ഈ പറയുന്ന പെണ്ണുങ്ങൾ ഇടുന്നതല്ലേ, അതെന്താ അറിയോ, ചില ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യണ കാണുമ്പോൾ ചേച്ചിയുടെ ഫേസ് കാണണം, പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. കൃഷ്ണമണിയുടെ അത് സത്യം. അത് വേറൊരു വീഡിയോയിൽ വന്ന് ഇതേ ആള് തന്നെ കമന്റ് ഇട്ടു, പിന്നെ ഇട്ടു എനിക്ക് ഇവളെ വീഡിയോ കാണാൻ താല്പര്യമില്ല, ഇവള് എന്തോ തിരിച്ച് മെസ്സേജ് ഇട്ടു, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്താൽ പോരെ, ഇവനെ കാണുന്നതിന് പിന്നെ വേറെ വീഡിയോയിൽ ഒന്ന് കമന്റ് ഇടുന്ന എന്തിനാ? കാണണം എന്നിട്ട് കമന്റ്
ആകെ അവിടെ 10 കമന്റ് വരും അല്ലെങ്കിൽ 8 ഇവർക്കുള്ള റീപ്ലൈ ആയിരിക്കും. അവർ തമ്മിൽ വേറെ ആൾക്കാർ അടിക്കും. നമ്മൾ തന്നെ ഒന്നും പറയാൻ പോകണ്ടല്ലോ. കുറച്ചുപേര് നമ്മളായിരിക്കും നിങ്ങളാരും അവരെ പറയാൻ, അവര് നീ ആര് അവരെ സപ്പോർട്ട് ചെയ്യാം, പിന്നെ അവര് അവരുടെ ഇഷ്ടല്ലേ. ഞാൻ നമ്മൾ കമന്റ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഉണ്ട് നീ ആ പെണ്ണിന്റെ നിക്കർ നോക്കാൻ ആ കൊച്ചിന്റെ ചിരി നോക്കുന്നു പറഞ്ഞു ഓരോ ആൾക്കാർ തിരിച്ചു പറയുന്നത്. ഓക്കെ, ഇതേപോലെ പിടികൂടാറുണ്ടോ? ഫുൾ ടൈം നമ്മള് ഒരുമിച്ച് വരുമ്പോ ജാനിക്ക് ഇഷ്ടമല്ല, അസൂയാണ്. അസൂയാണ്. Possessive അടിക്കും. അടിക്കും. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴേക്കും അവള് വരും മായനെ പിടിച്ചു അമ്മ അമ്മ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചെടു പോകും. അയ്യോടാ. റൂമിൽ കയറ്റി വാലടക്കും, ഞാൻ പുറത്തിരിക്കും. പിന്നെ എന്നെ ചേട്ടാ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ അടിക്കും ഇവള് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും അടിക്കുകയും ചെയ്യും. അടുക്കളയിൽ പോയിട്ട് സ്പൂൺ എന്തെങ്കിലും എടുത്തോണ്ടൊന്നും കുറെ അടിക്കും. ഞാൻ കണ്ടു ആ വീഡിയോ. അയ്യോ. പക്ഷെ എന്നെ തിരിച്ചെങ്ങനെ ചെയ്യൂല കേട്ടാ, എന്നെ എത്ര അടിച്ചാലും ഉണ്ടാതിരിക്കും. ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് അപ്പ കിട്ടും. ഉടനെ എടുത്തോണ്ട് വരും എന്തെങ്കിലും തവിയ സ്പൂൺ എന്തെങ്കിലും എടുത്തോണ്ട് വന്നിട്ട് അടിച്ചോടിക്കും. അടിയല്ലേ, റിയലാണ്. അടിക്കാൻ നോക്കും, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ ഏറി അവസാനമാണ് ഏറി. ഓക്കെ, ഈ നിങ്ങളുടെ അക്കൗണ്ട്സ് ഒക്കെ നിങ്ങൾ ഒന്നിച്ചാണോ മാനേജ് ചെയ്യുന്നത്? ഇൻസ്റ്റ അപ്പൊ മെസ്സേജസ് ഒക്കെ വരില്ലേ നിങ്ങക്ക്? ഫാൻസിന്റെയും ഗേൾസിന്റെയും ബോയ്സിന്റെ ഒക്കെ എങ്ങനത്തെ മെസ്സേജസ് ഒക്കെ വരാറ്? ചേട്ടനോട് ക്രഷ് ആണ്, ചേട്ടനെ പോലത്തെ ഒരു ഹസ്ബൻഡിനെ അക്കൗണ്ട് 2 ഫോണിലുണ്ട്. എന്നാലും അങ്ങനത്തെ മെസ്സേജ് എന്റെ അക്കൗണ്ട് ഞങ്ങൾ എനിക്ക് ഒറ്റ അക്കൗണ്ട് ഓഫീഷ്യൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ഇല്ല. മറ്റേത് പെമ്പിളൊക്കെ മെസ്സേജ് ഇടും, അപ്പൊ ചിലപ്പോൾ നമ്മൾ വഴി തെറ്റി പോകും. എന്റെ ഫോൺ എനിക്ക് അറിയാം. സത്യം എന്റെ അക്കൗണ്ട് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. ഫാമിലി ആയില്ലേ നമ്മളെല്ലാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇതിനൊക്കെ ഗ്ലാമറുള്ള കയ്യിൽ പോവാൻ അങ്ങനെ വന്നാ പോലെ ഇല്ല, പറയാൻ പറ്റില്ല, ഭാവിയല്ലേ. ഇവിടെ കളഞ്ഞിട്ട് പോവേ. ഈ പാല് വാങ്ങാനൊക്കെ സ്പെഷ്യൽ വണ്ടിയൊക്കെ എടുക്കുന്ന ആൾക്കാർ ഞാൻ ആദ്യമായിട്ടൊക്കെ പറഞ്ഞേ. ഇഷ്ടംപോലെ പാല് വാങ്ങിയിട്ട് നമ്മളെ വീട്ടിലെ താഴെ കാണില്ലേ? ഈ പാല് വാങ്ങാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നൊക്കെ കമന്റ് ഉണ്ട്. അതെന്താ അങ്ങനെ? അത് ഇത്രയും വീഡിയോ എടുക്കണോണ്ടായിരിക്കും പറയണേ. വീഡിയോ എടുത്ത് തീർന്നതുകൊണ്ടാണോ? ഇത് വ്ളോഗിന് എടുത്തതാണ്. വ്ളോഗ് യൂട്യൂബിന് വ്ളോഗിന് വേണ്ടി എടുത്തത്. പിന്നെ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ സമയത്തുകൊണ്ട് റീൽ എടുത്തിട്ട് അതാണ് സംഭവം. ഇത് കമന്റ് പറഞ്ഞ തൈരൊക്കെ ആയെന്നൊക്കെ പറയാം. പാല് തൈരായല്ലോ. ശരിക്കും പാല് വാങ്ങാൻ പോയി. ഞങ്ങളെ വീടിന് താഴെയുള്ള വയലിന്റെ നാട്ടിലോട്ട് വന്നാൽ മതി. നല്ല രസമാണ്. അതിന്റെ അടുത്താണ് ഒരു ആറൊക്കെ വേറെ വീഡിയോയിലുണ്ട്. എന്താണ് പറയണേ? നീന്തൽ പഠിച്ച സ്ഥലം നമ്മൾ തോടം തോട് അല്ല, അത് വേറെ, അത് വലിയ അത് വലിയ തൊട്ടടുത്തുന്നുണ്ട്. ഈ വീഡിയോസിൽ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ തൊട്ടുള്ള സ്ഥലങ്ങളാ? ഓക്കെ, അടിപൊളി. ഈ നമ്മള് കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുമ്പോൾ നോർമലി മണ്ണിന്റെ ചോറും പിന്നെ എന്തെങ്കിലും 1-2 ഡിഷസ് ഉണ്ടാവും. വിഭവ സമൃദ്ധമായ സദ്യയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓണസദ്യക്ക് അടുത്ത വീഡിയോ പറയില്ല, അത് പറയട്ടോ. ഇതാരെ ഇതിന്റെ ഷെഫൊക്കെ? രണ്ടുപേരും കൂടി തന്നെയാണ്. ഈ ഇത്രയും സാധനങ്ങളൊക്കെ ഈ ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? ഇല്ല, എനിക്ക് അതാ ഞാൻ പറഞ്ഞ മണ്ണിന്റെ ചോറും പിന്നെ വല്ല കുഞ്ഞിക്കല്ലിന്റെ ഒരു കറി, ഏതെങ്കിലും ഇല, പപ്പായയുടെ ഇലയൊക്കെ വെച്ചിട്ടാണ് കുറെ ഡിഷസ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഇവരുടെ
ഇപ്പൊ ഉള്ള ഫ്രണ്ട്സ് ആണ് അല്ലെ? ഫ്രണ്ട്സ് ലൈക്ക് ഇപ്പൊ ഉള്ളത് ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി. ഓക്കെ, മിക്കി ആൻഡ് പച്ച. എന്താ പച്ച? എന്താ പച്ചി? അത് അത് വലുതായിട്ട് പറയാൻ പറ്റില്ല. എന്താ പച്ചി? എന്താ പച്ചാന്ന് വെച്ചാൽ എന്താ അങ്ങനെ പേര്? അല്ല, പച്ച എന്നുള്ള പേര് ഇതിന് മുന്നേ വേറൊരു പേരുണ്ടായിരുന്നു എനിക്ക്, അത് പക്ഷെ റിവീൽ ചെയ്യാൻ പറ്റില്ല. പച്ചുണ്ണി. പച്ചണ്ണിയോ? ലാസ്റ്റത്തിൽ ബീപ്പ് ഇടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ണി എന്ന് വിളിച്ചിട്ട് ലാസ്റ്റ് പിള്ളേരെല്ലാരും കൂടി വേറൊരു രീതിക്ക് വിളിക്കാൻ തുടങ്ങി. അതെന്ത് രീതി? അതുണ്ട്, അത് ബോയ്സിന് പെട്ടെന്ന് അറിയും. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് അങ്ങനെ ആക്കിയപ്പോ ഞാൻ പച്ചാന്ന് മാത്രമായിട്ട് മാറ്റി. എന്തുകൊണ്ട് പച്ചാന്ന് ഇടാൻ കാരണം? എന്നെ ഫസ്റ്റ് തൊട്ടേ പച്ചുണ്ണി എന്നാണ് വിളിച്ചത്. ഇപ്പൊ അത് ക്ലിയർ ആയില്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചേട്ടന്റെ ചേട്ടനുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും കൂടി എനിക്ക് ഇട്ടുതന്ന ഈ പച്ച കുട്ടികളില്ലേ, കുട്ടികൾ ആ ചെറുപ്പത്തിട്ടതാ. അങ്ങനെ വിളിച്ച് നാട്ടിലെല്ലാം എന്നെ അങ്ങനെ വിളിച്ചോണ്ടിരുന്നു. പിന്നെ അത് നേരെ ഇൻസ്റ്റയിലേക്ക് മാറ്റി പച്ച. അത്രേ ഉള്ളൂ. അഖിൽ. അത് പോയി. മിഖില എന്റെ ഫുൾ നെയിം. മിക്കി. ഓക്കെ, നിങ്ങൾ തമ്മിലപ്പോ എങ്ങനെയാ കണക്ഷൻ ആയത്? നിങ്ങൾ കപ്പിൾസ് അല്ലേ? എത്ര നാളായി മാരേജ് ചെയ്തിട്ട്? 4 years. 4 years ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെ ഫ്രണ്ട്സ് ആയി? നമ്മളൊരു മീറ്റപ്പിന് ഒരുമിച്ച് അങ്കമാലി മറ്റേ ബ്രാൻഡ് സ്റ്റോറീസിന്റെ അതിന് വെറും 2 മണിക്കൂർ പരിചയം. അന്ന് വലിയ പരിചയമൊന്നുമില്ല. അന്ന് ഞങ്ങൾ വേറെ കമ്പനിക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് കണ്ടു, പിന്നെ വീഡിയോസ് കുറച്ചായിട്ട് കാണാം, അങ്ങനത്തെ രീതിയായിരുന്നു. പക്ഷെ നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമിൽ ഒരു 18+ കണ്ടന്റ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് റിയൽ ആയിട്ട് പറയാം കേട്ടോ, ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 18+ കണ്ടന്റ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ വലിയതായിട്ടല്ല, വൾഗറായിട്ടല്ല, എന്നാലും അത്യാവശ്യം. പിന്നെ ആയപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മിക്കിനോട് പറയും, ഇത് എനിക്ക് അത്ര താല്പര്യമില്ല. മിക്കി എന്നോട് പറയും, ഇത് താല്പര്യമില്ല എന്ന് വെച്ച് ഇങ്ങനെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർക്ക് കുട്ടിയായി, ജാനി ആയപ്പോ പിന്നെ ഇവർ ഇടാൻ തുടങ്ങിയ വീഡിയോസിനൊക്കെ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ നോക്കണ ആ രീതി ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോസും പിന്നെ വീഡിയോസും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അതിനടുത്ത് പറഞ്ഞിട്ടുണ്ട്, മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇവരെപ്പോഴും അവൾക്ക് ബോയ്സിന്റെ ഡ്രസ്സാണ് സജസ്റ്റ് ചെയ്യുക. നല്ല ഇഷ്ടമാണ്. ഈ ഗേൾസിന്റെ ഇവര് ചൂസ് ചെയ്യില്ല, എപ്പോഴും ബോയ്സിന്റെ ആണ്. ഇപ്പോഴാണ് ഇന്നാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കൂടുതലും ജീൻസും അങ്ങനെയുള്ള. നമ്മളൊന്ന് കണ്ണടച്ച വീട്ടിലെ കരിയൊക്കെ വരച്ച് കാലിന്റെ പെരുവറച്ച് കരി മുക്കി വരയ്ക്കും. അത്ര കരിയൊന്നും വരച്ചിട്ടില്ല നമ്മള്. അപൂർവമായിട്ട് കുറച്ച് നാള് കണ്ണില് കരിയെ വരച്ചിട്ടില്ല. ഇന്ന് വരുന്ന സമയത്ത് പറഞ്ഞായിരുന്നു ജസ്റ്റ് ഇങ്ങനെ ഒരു വാലിട്ട് കൊടുക്കുന്നു മിക്കി. അപ്പൊ പറഞ്ഞ പറ്റില്ല, വേണ്ട. അതെന്താ ഇഷ്ടല്ല? താല്പര്യമില്ല. എല്ലാവരും അങ്ങനെയല്ല, കുറച്ച് യൂണീക്ക് ക്യൂർനെസ് തോന്നൂല കുട്ടികളെടുക്കുമ്പോഴേ. ചില കൊച്ചുകൂടെ കാണും ശരിയായിട്ട് ചിലപ്പോ ബോധം ഇരിക്കുമ്പോൾ ഇത്ര ഓട്ടോട്ട് പൗഡറും അടിച്ച് ഒന്നാമത്തെ സ്റ്റോറി ഉണ്ടപ്പോ ലവ് ഇതില് ലവ് അടിച്ചിരിക്കണ ഒരു വീഡിയോ കണ്ടതാണ്. അവർക്ക് വലുതായിട്ട് അവർക്ക് വേണമെങ്കിൽ ചെയ്തോട്ടെ. അവർക്ക് പറയാനോടെ എന്ത് കോപ്പറേറ്റ് അവർ ബോത്ത് കാണിക്കാന്ന് പറഞ്ഞ എന്താണ്. അത് ശരിയാണ്. അങ്ങനെയാണ് ഇവരുടെ കമ്പനി ചെയ്തത്. അപ്പൊ ആ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഇതാണ് സ്റ്റാർട്ടിങ്. അല്ല, വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടതല്ല, പിന്നീട് ഞങ്ങള് എങ്ങനെയായിരുന്നു കോൾ ചെയ്ത് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, കോപ്പിക്കോ എന്ന് പറഞ്ഞിട്ട് ടീമുണ്ട്. അപ്പൊ അവരുടെ അടുത്തേക്ക് ഇവര് വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അവർക്ക് കുറച്ച് തിരക്കൊക്കെ ആയപ്പോ ഞങ്ങളെ വിളിച്ച് രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ വന്ന് അന്ന് ശരി ഊബർ വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അങ്ങനെയാണ് കമ്പനി വന്നത്. വെച്ചാൽ അന്ന് വീട്ടിൽ വന്നു, പിന്നെ അങ്ങോട്ട് പോയില്ല, പിന്നെ ഞങ്ങളായിരുന്നു പിന്നെ കമ്പനി. അങ്ങനെ കമ്പനി ആയതാണ് ഞങ്ങള്. വണ്ടർലേക്കൊക്കെ പോയി എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് വണ്ടർലയാണ്. അവിടെ പോയിട്ട് എനിക്കൊരു സീനൊക്കെ ഉണ്ടായി. അവര് മിസ്ബിഹേവ് ചെയ്യും, അങ്ങനെയല്ല സീനെ അടുത്ത് വണ്ടർല തന്നെ പിടിച്ചു വെച്ചു. അത് കഴിഞ്ഞിരിക്കണായിരുന്നു. ഞങ്ങള് പിന്നെ അത് വിട്ടായിരുന്നു. സംഭവം അവിടെ കുറച്ച് സീനൊക്കെ ഉണ്ടായി. പിന്നെ അതിലും കുറെ സംസാരമായി, കുറെ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഇവര് നാട്ടിൽ പോവാ. അപ്പൊ നാട്ടിൽ പോകുമ്പോ ഇവര് ഡെയിലി ഇങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോണ്ടിരിക്കും. ബുക്ക് ചെയ്യും, ക്യാൻസൽ ചെയ്യും, 3-4 പ്രാവശ്യം അങ്ങനെ ക്യാൻസൽ ചെയ്യും. അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത് അന്ന് പിന്നെ നിങ്ങളും കൂടി വാ, ഇവിടുന്ന് പോണെങ്കിൽ ഇവര് കൊണ്ടുപോയി. നിങ്ങളുടെ സ്ഥലം ഇവിടെയാണോ? ഞങ്ങള് ശരിക്കും പാലക്കാടാ. ഇപ്പൊ 1.5 years ഇവിടെ തന്നെയാ. ഓ, ഇവിടെ സെറ്റിൽ ആണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതി നിങ്ങൾക്ക് ഇവരുടെ ഒരു വീഡിയോ ആണ്. അടുത്ത വീഡിയോ വരുന്നു. ഇത് ഒരുമിച്ചുള്ളപ്പോ അത് ഒരുമിച്ചുള്ള സമയത്ത്
ഇവൾക്ക് നിക്കറിന്റെ കമന്റ് ഇതിൽ അങ്ങനത്തെ കമന്റ് ഇല്ല എനിക്ക്. ഞാൻ മുമ്പോട്ട് ഞാൻ ഡെയിലി അടി വാങ്ങിക്കുന്നുണ്ട് കമന്റ്. ശരിക്കും ഇങ്ങനെയാണോ? എല്ലാവരും ഇങ്ങനെ ചോദിക്കണം. ആ ചെവിയായിട്ട് വീട്ടിരിക്കാൻ പറ്റില്ല. എന്താ പറ്റി? എന്തിനാ ഇങ്ങനെ അടി ഉണ്ടാക്കുന്നേ? ഇല്ല അങ്ങനെയൊന്നുമില്ല. വാക്ക് തർക്കം ചുമ്മാ. അടിയൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ സംസാരിക്കാം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അപ്പൊ തന്നെ തീർക്കണം ഈ സംഭവം. ഇവര് പറഞ്ഞ സൈലന്റ് സൈലന്റ് ആരുണ്ടെന്ന് നോക്കില്ല. അവര് പറഞ്ഞു തീർക്കും 5 മിനിറ്റ് പറയാൻ നോക്കണം. വൈകുന്നേരം 4 മണി പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ വരും. ഇവൾക്ക് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഒരു കോമഡി ആണെന്നുണ്ടെങ്കിലും നമുക്കത് നമ്മളായിട്ട് പറയുമ്പോൾ ബോയ്സ് ആയിട്ട് പറയുമ്പോൾ കുഴപ്പമില്ല. ഇതിങ്ങനെ വലിച്ചോണ്ട് പോകും. എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. ഒരു കോമഡി ആയാലും ഇവിടെ അരമണിക്കൂർ പറയും. അവൻ പറയാൻ എത്രയേ ഉള്ളൂ. ആ ഓക്കെ കാര്യം കഴിഞ്ഞു. നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ലവ് ഒളിച്ചോടി? എങ്ങനെ? എന്റെ പാരന്റ്സ് ആരും ഉണ്ടായിരുന്നില്ല. പച്ചയുടെ പാരന്റ്സ് ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു. കാരണം എനിക്കൊക്കെ ഒരു പെണ്ണ് കിട്ടുക എന്ന് പറയുമ്പോൾ അതിത്ര നല്ലൊരു കുട്ടീനെ അങ്ങനെയല്ല അല്ല എനിക്കൊരു പെണ്ണ് കിട്ടുക എന്ന് പറയുമ്പോ എല്ലാം എന്റെ വീട്ടുകാർക്കൊക്കെ ഒരു സന്തോഷല്ലേ. അപ്പൊ എല്ലാരും അല്ലേ 8 വർഷത്തേക്ക് വേറെ പ്രണയം ഉണ്ടായിരുന്നു. 8 വർഷം ബ്രേക്കപ്പ് ചെയ്തു. 2 കൊച്ചുണ്ട് ആൾക്ക്. എന്റെ വേറെ എക്സ് ഇനി അടുത്ത എക്സിനെ വിളിച്ചിരുന്നെങ്കിൽ അല്ലേ പറഞ്ഞേ 8 വർഷം ഇപ്പൊ 2 കൊച്ചു എനിക്ക് വെച്ചില്ല. എക്സിന് വെച്ചിട്ടുണ്ട്. എനിക്ക് വെച്ചില്ല. അത് ബ്രേക്കപ്പ് ആയ സമയത്താണോ മിക്കിനെ കണ്ടു? അല്ല, അത് ബ്രേക്കപ്പ് ആയി കുറച്ച് നാൾ കഴിഞ്ഞു. ഞങ്ങള് പരിചയപ്പെടുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഡാൻസ് ക്ലാസ് വെച്ചിട്ടാണ്. ഡാൻസിന് ഞാൻ പോകുമ്പോ ഒരു ജാടയായിട്ട് ഒരു പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങള് എന്നും അടിയാ, കണ്ണി കണ്ട അടിയാ. അതിന്റെ ലവ് ഒക്കെ ആയി കുറച്ചാൾ കഴിഞ്ഞപ്പോ പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയപ്പോ ഇവളുടെ ഏട്ടൻ എന്റെ കൂടെ പഠിച്ച. അതേപോലെ തന്നെ ഇവളുടെ ഏട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അവളും എന്റെ കൂടെ പഠിച്ചതാ. പിന്നെ എന്റെ എക്സ് ഇല്ലേ, അവളും അവന്റെ കൂടെ പഠിച്ചതാ. മൊത്തത്തിൽ നോക്കിയപ്പോ ഫുള്ളായിട്ട് സീനായി. ഞങ്ങളുടെ ഫാമിലിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ഇതേ സീൻ എന്ന് വെച്ചാൽ ഞാൻ കഞ്ചാവാണ്. ഞാൻ അപ്പോഴും മുടി വളർത്തായിരുന്നു. അപ്പൊ ഞാൻ കഞ്ചാവാണ്. ഇവന്റെ പഴയ ഫോട്ടോ ഇല്ല, എന്റെ പഴയില്ല. രണ്ടുപേരും ഉണ്ട്. ഇതിന്റെ പേരിൽ അതൊക്കെ പ്രശ്നം. പേടിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ. ഇതാണ് പച്ച. മീശയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ പഴയ ഫോട്ടോ. ഇത് കൊള്ളാം. ഇത് സമയത്ത് പച്ച കഞ്ചാവാണോ? അല്ലല്ല, പച്ച കഞ്ച അല്ല. ഓ അങ്ങനെ അല്ലല്ല. അയ്യോ കഞ്ചാവല്ല. ഈ ഫോട്ടോയുടെ പറയും. ഫോട്ടോ കണ്ടാ പറയും. എന്റെ നാട്ടില് ഫുള്ള് തന്നെയായിരുന്നു ഞാൻ കഞ്ചാവാണ്. അല്ലെങ്കിൽ ആമ്പിള്ളേര് മുടി വളർത്തി ചരടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഫുൾ അതൊക്കെ നല്ലത്. അപ്പൊ മുടിയില്ല. ഇത് മറ്റേ യു ക്യാം അല്ലേ? അതെ, പണ്ട് ഫുള്ള് ഫിൽറ്ററിലായിരുന്നു. യു ക്യാം, ബ്യൂട്ടി പ്ലസ്, ഉണ്ടല്ലോ കാൻഡി ക്യാം. അതിലുണ്ട്. അതിൽ കുറെ ഫോട്ടോസ്. അതുകൊണ്ടാണ് വീട്ടുകാർ സമ്മതിക്കാന്. അല്ല, എന്റെ വീട് കുറച്ച് എന്താ പറയാ ഉള്ളേരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് പോലത്തെ സ്ഥലമാണ്. ആദിവാസി. അപ്പൊ എല്ലാം കൊണ്ടും കറക്റ്റ് പേരായിട്ട് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ വളർത്തിയതല്ല അവരാ. അങ്ങനെ തന്നെ ഞാൻ ചിലപ്പോ മരത്തിലൊക്കെ ഇരുന്നു തൂങ്ങിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നോക്കാൻ കിട്ടിയപ്പോ ഇതിപ്പോ ഞാൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നു, എല്ലാം പോയി. ഉള്ളേരിയിലായിരുന്നു വീട്. അപ്പൊ പിന്നെ വീട്ടുകാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവളുടെ അച്ഛന്റെ ഒരു കമ്പനിക്കാരുണ്ട്. ആളെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ശരിയല്ല, അവൻ കഞ്ചാവാണ്. ആളുടെ മകൻ കഞ്ചാവാ. പക്ഷെ എന്നാലും ആളെ എന്നെ പറയാം ഇവൻ കഞ്ചാവാണ്, അവന് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ആൾ എന്നിട്ട് അന്വേഷിച്ചു. ഇത്രേ അന്വേഷിച്ചപ്പോഴും കഞ്ചാവല്ല. പക്ഷെ ആൾക്കൊന്നും മനസ്സിലായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പൊ കഴിക്കൊന്നുമില്ല. നാട്ടിൽ ഭയങ്കര ഡീസെന്റാ, കാരണം കല്യാണം കഴിക്കണല്ലോ, എനിക്കൊക്കെ പെണ്ണ് കിട്ടണല്ലോ. എന്റെ കമ്പനിക്കാരെല്ലാവരും അതിന്റെ ഒരു അധികം കഴിക്കുന്ന പിള്ളേരൊന്നുമില്ല. പിന്നെ അതൊക്കെ ഇങ്ങനെ പോയി ലാസ്റ്റ് ഇവന്റെ വീട്ടുകാരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഇവര് വിചാരിച്ച് ഞാൻ വരില്ല എന്ന് വിചാരിച്ച് ഞാൻ പോയി. ഇവര് എന്നോട് പറഞ്ഞു നീ നിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് വാ, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചോണ്ട് പോയി. എല്ലാവരും വിളിച്ചോണ്ട് പോയി വീട്ടിൽ പോയിരുന്നപ്പോ അവർക്ക് സമ്മതിക്കാണ്ട് പറ്റില്ല. അപ്പൊ ഓക്കെ പറഞ്ഞു. 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം. എൻഗേജ്മെന്റ് ഒന്നും വേണ്ട, 1 വർഷം കഴിഞ്ഞാൽ കല്യാണം. എന്താണേ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഉള്ള അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നടക്കില്ല, നമുക്കിത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെയും പോയി ഞാൻ.
എന്നുവെച്ചാൽ എനിക്ക് ആ സമയത്ത് അതിന് മുന്നേ എനിക്ക് വലിയ ധൈര്യമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഏട്ടനൊക്കെ ആയിട്ട് കമ്പനിയാണല്ലോ. നേരെ വീട്ടിൽ പോയി നിങ്ങൾ എന്താണ് പറയണത്, എൻ്റെ വീട്ടുകാരെല്ലാവരും വന്ന് സംസാരിച്ചല്ലേ, പിന്നെ നിങ്ങൾ എന്തെങ്ങനെ പറയണമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ ശരി ഞാൻ സംസാരിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ വീട് മൊത്തത്തിൽ മാറിയിട്ട് നിനക്ക് ഞങ്ങൾ പെണ്ണ് തരില്ല മൊത്തത്തിൽ ഒഴിവാക്കി തന്നെ. ഒഴിവാക്കി കഴിഞ്ഞ് പിന്നെ വേറെ വഴിയില്ലായിരുന്നു. പിന്നെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നു. വിളിച്ചിറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. ഇവള് അമ്പലത്തേക്ക് പോയതാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും രാവിലെ 5 മണിയാകുമ്പോൾ കടയിൽ പോകും. അപ്പൊ ഇവള് നേരെ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോയപ്പോ ഞാൻ പോയി വിളിച്ചിട്ട് അങ്ങനെ പോയി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായതല്ലോ, എല്ലാം ക്ലിയർ ചെയ്ത്. ഇപ്പോഴും എന്റെ മാമൻ എന്നോട് മിണ്ടില്ല. ഇല്ല അത് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതല്ലേ. വേറെ ഫാമിലി എല്ലാരും മിണ്ടും, മാമൻ മിണ്ടില്ല, ഇപ്പോഴും മിണ്ടില്ല. ഇവള് ഭയങ്കര സംഭവമായിരുന്നു വീട്ടിൽ. എന്ന് വെച്ചാൽ എല്ലാവരും പെറ്റായിരുന്നു. പക്ഷെ ഇപ്പൊ മൊത്തത്തില് ഇവള് ഒളിച്ചോടിയെന്ന് പറഞ്ഞപ്പോ അവർക്ക് നല്ല ആരും പ്രതീക്ഷിച്ചില്ല ഈ സംഭവം. ഞാൻ ഒളിച്ചോടാനല്ല ഞാൻ ആഗ്രഹിച്ചത്. അല്ല അങ്ങനെയല്ല, വീട്ടിലെല്ലാം അപ്പൊ ഒന്ന് വിളിച്ചു നോക്കി, വരുമെന്ന് അറിയില്ലായിരുന്നു, വന്നു. അങ്ങനെയെല്ലാം നടന്നു പോയി. അങ്ങനെ ഇപ്പൊ 4 വർഷമായി. അങ്ങനെ ഇപ്പൊ 4 വർഷം. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ഈ കോണ്ടന്റ് ഐഡിയസ് ഒക്കെ ആരെ പ്ലാൻ ചെയ്യുന്നപ്പോ? ഇവർക്ക് ഫുഡിന്റെ വേണ്ടിയിട്ടെല്ലാം ഇല്ലേ? നമുക്ക് ഏത് ഫുഡിന്റെ അവിടെ വേറെ 4 കണ്ടന്റ് എടുക്കാൻ വേണ്ടി പോയതാ. അതായത് ആ കണ്ടന്റ് ഒന്നും ഇട്ടില്ല. ഇതിട്ട് വേറെ ഇവരിട്ട് അയ്യോ അയ്യോ അതില്ല, അതിട്ടില്ല. അത് ഇട്ടിട്ടുമില്ല, അതാരും കണ്ടിട്ടുമില്ല. അത് നിങ്ങളോട് കൂടി അതുണ്ട്. അതുകൊണ്ടല്ലേ അലിഞ്ഞു പോയി ഇനി അടുത്ത അതായിരിക്കും എടുത്ത് കാണിക്കുന്നത്. ഇല്ല അതില്ല. ഇപ്പൊ നിങ്ങൾ ടോട്ടൽ എത്ര ഇയേഴ്സ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? അല്ല, അവിടെ പോയി കണ്ടതും അപ്പോഴൊന്നും ഫ്രണ്ട്ഷിപ്പ് ഇല്ലല്ലോ. എന്ന് വെച്ചാൽ ഞാൻ കണ്ടു, പിന്നെ അങ്ങനെ വലിയ കമ്പനി ഒന്നും ഇല്ല, വിളിക്കുക അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ഫെബ്രുവരിയിലല്ലേ നമ്മൾ വന്നേ? ഇവരിങ്ങോട്ട് വന്നേ പിന്നെയാണ് ഫുള്ളായിട്ട് കമ്പനിയാണ്. ജോലിയായിട്ട് പോയത്. അവിടെ നിന്ന് പിന്നെ നേരെ കണ്ണൂര് പോയി. കണ്ണൂരിൽ നിന്ന് ഇവരെ വിളിച്ച് നേരെ ഇവിടെ വന്നു. ഇവരെ കൂട്ടിട്ട് പോകാറുണ്ട്. ഇവരവിടെ 1 മാസം നിന്നു. അവിടെ നിന്ന് ഡയറക്റ്റ് പാക്ക് ചെയ്തിട്ടു. അത് പിന്നെ നമ്മൾ പിന്നെയും വന്നു, ഒരു പ്രൊമോഷൻ എടുക്കാൻ വേണ്ടി വന്നു. അപ്പോഴും ഇവിടെ നിന്ന് അവരെ വീട്ടിലാണ് നിന്ന്. പിന്നെ അവിടെ ഒരാഴ്ച നിന്നിട്ട് നമ്മൾ വന്നിട്ട് 3 ആഴ്ച ഇറക്കി. ഇവരിങ്ങോട്ട് വന്നിട്ട് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഫ്ലൈറ്റിലെ സീനായി. അവിടുന്ന് അങ്ങനെയല്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നെ പറയാൻ പറ്റില്ല. എന്നിട്ട് അവിടെ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് ആലോചിക്ക് മാറിയിട്ട് പിന്നെ ഇവരിങ്ങോട്ട് വന്നു. പിന്നെ ഇവിടെ കുഴപ്പമില്ല, ഇവിടെ തന്നെ ഇറക്കിയോടെ ആരും ഇവിടെ ഞങ്ങൾ അവിടെ ഫാമിലി ആയിട്ടായിരുന്നു. നമ്മളെ തൊടാൻ പറ്റൂല, വായു ഉണ്ട്, തലയുണ്ട്, ഒറ്റ കിടപ്പ. ഞാൻ അങ്ങോട്ട് ഈ മിക്കിക്ക് ആനിമൽസിനൊക്കെ പേടിയാണോ? ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിരിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, എന്താ ചെയ്തത് അറിയില്ല. ഇതിന് 4 വട്ടം പറഞ്ഞു, 4-5 വട്ടം പറഞ്ഞതിനോട് ഞാൻ പേടിക്കാണ്ടിരുന്നു. പ്രൊമോഷൻ എടുക്കാൻ പോയതാണ് മറൈൻ വേൾഡില്. എനിക്ക് പാമ്പിനെ ശരിക്കും നല്ല പേടിയായിരുന്നു, പക്ഷെ ഇപ്പൊ ആയിരുന്നതാണ്. ഇവിടെ പ്രതീക്ഷിച്ചില്ല പുള്ളി എടുത്തിട്ട് പെട്ടെന്ന് വെച്ചു. അപ്പൊ ഞാന് ശരിക്കും അത് വെച്ചിട്ട് എടുക്കാൻ വേണ്ടിട്ട് എടുക്കണ പോലെ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെയും ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്ത്, അത് പിന്നെയും സീനായി. നന്നായിട്ട് ഇവിടെ മാമനെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റക്കായി നിൽക്കും. ഇപ്പൊ കാണില്ലല്ലോ. അവിടെ ഞാൻ പറഞ്ഞില്ല, കാട് ആ സൈഡ് ആയതുകൊണ്ട് പാമ്പ് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റക്കായി നിൽക്കും. ഓടാനോ അങ്ങനെയൊന്നും കണ്ടാലും ഞാൻ പേടിക്കും, അങ്ങനെയായിരുന്നു. ഇപ്പൊ സീനില്ല, ഇപ്പൊ പാമ്പില്ലല്ലോ, അതുകൊണ്ട് സീനില്ല. വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ എറിയും ഫോണ്.
പാമ്പിന്റെ വീടിനോട് ഒറ്റാറാണ് പേടിയില്ല. പക്ഷെ പേടിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ കുറെ നേരം സംസാരിച്ചു. ഇപ്പൊ റെഡിയായി പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരിക്കുക, ഒറ്റ ടിക്കറ്റ് എടുക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ, നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോട്ടെ. താങ്ക് യു. താങ്ക് യു. മസ്താഞ്ഞ കാര്യം കൊണ്ട് താങ്ക് യു.